അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ. മത്തി തപ്പ് വെച്ചതാണ്. നമ്മളവിടെ ഇങ്ങനെ തപ്പ് വെക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇതുണ്ടാക്കാത്തവർ തീർച്ചയായും ഈ റെസിപ്പിയിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് 125 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ വെളുത്തുള്ളിയുടെ 1.5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കല്ലുണ്ട്, ഇതുപോലെ ചതച്ചെടുക്കുന്ന കല്ലുണ്ട്. അതിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെടുത്തില്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. അരഞ്ഞു പോകണ്ട, ചതച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട്, ഇതിലാകുമ്പോൾ കുറേശ്ശെല്ലാം ചതച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറേശ്ശെ ചതച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഇതുപോലെ ചതച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ചെറിയൊരു കഷ്ണം പുളിയാണ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കണം. അധികം വെള്ളം വേണ്ട. പിന്നെ 1/2 കിലോ മത്തി നന്നായി ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പം നെയ്യുള്ള മത്തി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ച് വെച്ചതും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുക്കുക, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. 3 ടീസ്പൂൺ ഇപ്പോൾ ഇടുന്നുണ്ട്. നമുക്ക് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ടോട്ടൽ അളവ് ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് കലക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടി നന്നായി കൈവച്ച് തിരുമ്പി എടുക്കുക. പിന്നെ ഞാൻ മുളക് പൊടി കുറച്ച് കുറവുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ വാഴയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഴയില ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വാട്ടിയെടുത്തതാണ്. വാഴയില ഒന്ന് അടുപ്പത്ത് ഒന്ന് തീയിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ്. അതിലേക്ക് എന്നാലും അതൊന്ന് വളഞ്ഞു കിട്ടും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും വാഴയില. എന്നിട്ട് നമ്മൾ ഈ മീൻ മസാല തേച്ചത് ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. അത് ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പുരട്ടി മസാല തേച്ച് വയ്ക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണയും കൂടിയും തേച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു വാഴയിലയും കൂടിയും ഇതുപോലെ തന്നെ വാട്ടിയെടുത്ത വാഴയിലയും കൂടിയും വെച്ച് ഇതുപോലെ ഒരടപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ. അതിൽ 180 പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 1 ഹവറാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പം നമ്മുടെ മീൻ തപ്പ് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അടുപ്പത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറകടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്നതാണ് ശരിക്കും ഇത് വെക്കുക വിറകടുപ്പിലാണ്. അപ്പം നമ്മൾ അടിയിൽ തീ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കനൽ കോരി മുകളിലിട്ട് മൂടിയുടെ മുകളിലിട്ട് അങ്ങനെ അടിയിലും മുകളിലും കനൽ വെച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിറകടുപ്പുണ്ടെങ്കിൽ തീർച്ചയായും വിറകടുപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ വിറകടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ കനലിട്ടിട്ട് ചെയ്യുക. അതാണ് ശരിക്കുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ചെയ്തത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.